ഗോപിക സി എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഗോപിക വീട്ടിൽ പുതിയ നാരായണിയൊക്കെ വാങ്ങിക്കൊണ്ട് പൂജാമുറിയിൽ സമർപ്പിച്ചു. പക്ഷെ നിർഭാഗ്യവശാല് അന്ന് തന്നെ ഭഗവാന്റെ വിഗ്രഹം വീണിട്ട് ഉടഞ്ഞു. കുട്ടികളുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണതാണ് കേട്ടോ. പക്ഷെ അത് വീണുടഞ്ഞപ്പോൾ ഗോപിക്ക് നല്ല സങ്കടമായി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, എന്താണ് ഭഗവാൻ നമ്മുടെ അടുത്ത് പറയുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയുമോ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതേക്കുറിച്ച് പറയാം കേട്ടോ. ഇത് പലർക്കും ഉള്ള ഒരു സംശയം തന്നെയാണ്. ഭഗവാന്റെ വിഗ്രഹത്തിൽ എന്തെങ്കിലും കേടുപാടുകൾ അല്ലെങ്കിൽ വീണ് ഉടയുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴുകുന്ന ജലാശയത്തിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തതിന് ശേഷം പുതിയൊരു വിഗ്രഹം വാങ്ങി വെക്കുക. ഇപ്പം നാരായണീയം കൊണ്ടുവന്ന് വെച്ചപ്പോഴാണല്ലോ ഈ ഒരു വിഗ്രഹം ഉടഞ്ഞത്. ഭഗവാൻ നമ്മുടെ അടുത്ത് പല കാര്യങ്ങളും പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ നല്ല മനസ്സോട് കൂടി ചിന്തിക്കുക. അപ്പം നമുക്ക് നല്ല ഉത്തരങ്ങൾ, നല്ല മറുപടികൾ ഭഗവാന്റെ അടുത്ത് നിന്ന് കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ചീത്ത മനസ്സോട് കൂടിയിട്ടാണ് ചിന്തിക്കണമെങ്കിൽ ചീത്ത രീതിയിലുള്ള ഉത്തരങ്ങളായിരിക്കും ലഭിക്കുക. അപ്പോൾ അതിന് ദോഷമുണ്ടോ, അങ്ങനെ ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെ ചിന്തിക്കുക. ഒരിക്കലും ഭഗവാൻ നമുക്ക് ദോഷം ഉണ്ടാക്കാനായിട്ടല്ല വന്നിരിക്കുന്നത്. ഭഗവാൻ എപ്പോഴും അനുഗ്രഹമാണ് തരിക. അത് നല്ല മനസ്സോടുകൂടി ചിന്തിച്ചാൽ മാത്രമേ ആ നല്ല നല്ല ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നാരായണിയൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോഴാണല്ലോ വിഗ്രഹം ഉടഞ്ഞത്. അപ്പോൾ ഭഗവാൻ തന്നെ നമ്മുടെ അടുത്ത് പറയുന്നത്, ഞാനിപ്പോൾ വിഗ്രഹത്തിൽ മാത്രമൊന്നുമല്ല, ഞാൻ നാരായണീയത്തിലുണ്ട്, നാരായണീയത്തിലുള്ളതും ഞാൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്ത് ഭംഗിയായിട്ടാണ് ഭഗവാന്റെ വർണ്ണനകൾ നാരായണീയത്തിൽ വർണ്ണിക്കണേ. അപ്പോൾ ഭഗവാൻ വിചാരിക്കുന്നുണ്ടാവും, എനിക്ക് ഈ സ്വരൂപമൊന്നും വേണ്ട, ഇതിനേക്കാൾ മികച്ച ഒരു സ്വരൂപം വേണം, അതുകൊണ്ടാണ് അത് ഉടച്ച് കളഞ്ഞിട്ടുണ്ടായിരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നല്ല ഭംഗിയുള്ള, അത് പഴയതിനേക്കാൾ ഭംഗിയുള്ള ഒരു പുതിയ വിഗ്രഹം വാങ്ങിക്കൊണ്ടുവരിക. നിറയെ അലങ്കാരങ്ങളൊക്കെ ഉള്ളത്, നിറയെ മാലകളൊക്കെ അണിഞ്ഞിട്ടുള്ളത്. ഭഗവാനൊക്കെ അലങ്കരിക്കാനായിട്ട് ഭഗവാന് നല്ല ഇഷ്ടമാണ്. അപ്പം അത്രയും ഭംഗിയായിട്ടുള്ള ഒരു വിഗ്രഹം വാങ്ങിക്കൊണ്ടുവരിക, അത് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഈ നാരായണീയം എടുത്തിട്ട് ഭഗവാന്റെ മുന്നിൽ ഇരുന്നിട്ട് ഭഗവാനെ വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ ഭഗവാൻ ഇടയ്ക്ക് നമ്മൾ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴേ ഭഗവാൻ ഇങ്ങനെ ഇരുന്നിട്ട് പുഞ്ചിരിക്കുന്നുണ്ടാവും. എന്നിട്ട് നമ്മുടെ അടുത്ത് പറയും, അതെ ഞാൻ ആ വിഗ്രഹം തല്ലി ഉടച്ചത് കൊണ്ടാണല്ലോ ഇപ്പം ഇത്ര ഭംഗിയുള്ള എൻ്റെ മുന്നിലിരുന്നിട്ട് ഈ നാരായണീയം വായിക്കാനായിട്ട് സാധിക്കണമെന്നൊക്കെ ഭഗവാൻ ഇങ്ങനെ ഇരുന്ന് പറയും. ഇതൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ നല്ല മനസ്സോടുകൂടി ചിന്തിക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ നമുക്ക് ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ദോഷമാണെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ ഭഗവാന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനുള്ള ഉത്തരങ്ങൾ വരും. ഭഗവാൻ എപ്പോഴും നമ്മളെ അനുഗ്രഹിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നാരായണീയത്തിലും ഭഗവാൻ തന്നെയാണ് ഉള്ളത് എന്നാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത് കേട്ടോ.